ഈ ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളാണ്. അവർ സ്വയം ഹിന്ദുക്കളാണ് എന്ന് പറയുന്നവരുമാണ്. പക്ഷേ പാർലമെൻറ്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടപ്പോൾ എല്ലാ അപേക്ഷാ ഫോറങ്ങളിലും ഹിന്ദു എന്ന് പൂരിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്ന ആളാണ്. എനിക്കുൾപ്പെടെ തോന്നി ഞാൻ അക്രമകാരിയും കള്ളം മാത്രം പറയുന്ന ആളുമെന്ന് രാഹുൽ പറഞ്ഞതായിട്ട്. അങ്ങനൊരു പ്രസംഗം പാർലമെൻറ്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണോ? അങ്ങേരുടെ ദൃഷ്ടിയിൽ അത് ശരിയാണ്. കാര്യം എന്താണെന്നറിയാമോ? ഈ ഹിന്ദു അസർട്ടീവ് ആകാൻ തുടങ്ങി, ഹിന്ദു തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങി. ആരുടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് തിരിഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. ഇതുവരെ ഹിന്ദു ചെയ്ത സംഗതിയല്ല. അടി കിട്ടിയാൽ ഓടുന്നവനായിരുന്നു ഹിന്ദു. ഇപ്പോൾ അടി കിട്ടിയാൽ ആ അടി തടുക്കുകയും അതിലും ഭയങ്കര അടി തിരിച്ചടിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രാഹുൽ ഗാന്ധി നോക്കുമ്പോഴോ ഇവനാകെ കൂടെ മാറിയിരിക്കുന്നു. എൻ്റെ തല്ലും കുത്തും ചവിട്ടും ഇട്ട് കിടന്നവൻ ഇന്നിപ്പോൾ തിരിഞ്ഞ് എന്നോട് ചോദ്യം ചോദിക്കുന്നു, എന്നെ തല്ലുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അഹിംസ. ഇതിങ്ങനെ നമുക്കടി കിട്ടുമ്പോഴാണ് അഹിംസ. ഞാൻ സുനിലിനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു നൂറ്റാണ്ടുകളായിട്ട്. സുനിൽ തല്ലുകൊണ്ട് വശക്കെടായി സുനിലും മരിച്ചു. സുനിലിൻ്റെ മകൻ അങ്ങനെ മരിക്കാൻ തയ്യാറല്ല. അവനെ എണീറ്റ് നിന്ന് എന്നെ തിരിച്ചു തല്ലാൻ തുടങ്ങി. ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് അവൻ പലട്ടുമാറെന്ന് പറയുമല്ലോ ഇന്ത്യയിൽ, അതുപോലെ അവനങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവനൊക്കെ ഇളകി. അപ്പോൾ ഇപ്പോൾ അഹിംസ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പിന്നീട് രാഹുൽ തിരുത്തി അത് RSകാരെയാണ് BJPക്കാരെയാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, മറ്റേതാണ് ഉദ്ദേശിച്ചത്. രാഹുലിൻ്റെ പ്രസംഗം ലൈവ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വ്യക്തമായിരുന്നു, മനസ്സിലായി. രാഹുൽ കണ്ടെത്തിയ ഒരേ ഒരു അക്രമകാരി വിഭാഗം ഹിന്ദുക്കൾ. അത് രാഹുൽ ക്ലീനായിട്ട് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് വിശദീകരണമാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് മയപ്പെടുത്താനായിട്ടും അത് തിരിഞ്ഞു കടിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മയപ്പെടുത്തും. അതിൽ കാര്യമൊന്നുമില്ല. എനിക്ക് ആ പ്രസംഗം ഇഷ്ടപ്പെട്ടു, വല്ലാത്ത സന്തോഷമായി. കാരണം ഞാൻ അടിച്ച അടി ഈ ഹിന്ദു വിരുദ്ധരുടെ കരണം കുറ്റിക്ക് തന്നെ കൊണ്ടിട്ടുണ്ട്, പുകഞ്ഞിട്ടുണ്ട്, കണ്ണിൽ നിന്ന് ഈച്ച പറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെടച്ചിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് സ്പീക്കർ ആ വാക്കുകൾ ഇതിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്തതായിരുന്നു റെക്കോർഡിൽ. അത് കിടക്കണം റെക്കോർഡിൽ. ഇവൻ ഹിന്ദു ദ്രോഹിയാണെന്നുള്ളത് റെക്കോർഡിൽ തന്നെ കിടക്കണം. ആ ഇരിക്കുന്ന കംപ്ലീറ്റ് ടീം ഹിന്ദു വിരോധികളാണെന്നും ഹിന്ദുവിനെ അക്രമികളാണെന്നും വിളിച്ചതും റെക്കോർഡിൽ കിടക്കണം. നാളെ അത് എൻ്റെ അടുത്ത തലമുറയ്ക്ക് കോട്ട് ചെയ്യാനുള്ളതാണ് ഈ വാക്കുകളൊക്കെ. ഹിന്ദു ഇനിയും തിരിച്ചടിക്കും. രാഹുൽ ഗാന്ധിയുടെ സർക്കസും അത് കണ്ട് മാതൃഭൂമി പത്രത്തിനുണ്ടാവുന്ന രോമാഞ്ചമൊക്കെ പുല്ലാണ് ഹിന്ദുവിന്. രണ്ടും കൽപ്പിച്ച് നിൽക്കുക ഹിന്ദു. ഇനി ആകാശം മുകളിൽ ആകാശം, താഴെ ഭൂമി, ഇതാണ് ഹിന്ദുവിന്. പക്ഷേ ഹിന്ദു അയോധ്യ വരെ തോപ്പിച്ചില്ലേ? ഹിന്ദു തെരഞ്ഞെടുപ്പ് തോറ്റതാണ് വലിയ കാര്യം. തെരഞ്ഞെടുപ്പിൽ എത്ര തവണ തോറ്റിരിക്കുന്നു ഞാൻ പറയട്ടെ. ഹിന്ദു ഇതിനു മുമ്പ് ജയിച്ചതാണല്ലോ അയോധ്യയിൽ, അല്ലേ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയും വിജയവും ഹിന്ദുവിന് പ്രശ്നമല്ല. നിങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിയില്ലേ? തോറ്റില്ലേ? രാമക്ഷേത്രം ഉണ്ടാക്കാതിരുന്ന കാലത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ, ഹിന്ദു ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ എന്താ രാമക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ? ഇല്ലല്ലോ. നെഹ്റു അവിടുത്തെ വിഗ്രഹങ്ങളെടുത്ത് സരയുവിൽ കളയാൻ പറഞ്ഞു, അപ്പോഴും ഹിന്ദു അവിടെ ഉണ്ടായിരുന്നു. 1985 അശോക് സിംഗാൾ 500 പേരുമായിട്ട് തല്ലുകൊണ്ട് നെറ്റി പൊട്ടി ചോരയൊലിപ്പിച്ച് നടന്നപ്പോഴും ഹിന്ദു ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാണിച്ച് ഹിന്ദുവിനെ ഭയപ്പെടുത്തരുത്, 4 വോട്ട് കാണിച്ചും ഭയപ്പെടുത്തരുത്. അധികാരം കണ്ടിട്ട് ഭയന്നിട്ടില്ല. ഇതിലും വലുതായിരുന്നല്ലോ ഈ ആശാൻ്റെ അമ്മൂമ്മയുണ്ടാക്കിയ അടിയന്തരാവസ്ഥ. അപ്പോഴും ഹിന്ദു ഭയന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചു, അയോധ്യയിൽ ജയിച്ചു, ഇന്ന വാർഡിൽ ജയിച്ചു, ഇതൊന്നും ഹിന്ദുവിന് വിഷയമല്ല. ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. അതിൻ്റെ പേടിയാണ് രാഹുൽ ഗാന്ധിക്ക്. തോറ്റു പോരുന്ന കാണരുത്. അതിൻ്റെ തോറ്റുപോയാലും അയാൾ ഇതൊക്കെ തന്നെ ചെയ്യും. അല്ല, രാഹുൽ ഗാന്ധി അല്ല, BJP എവിടെ തോറ്റുപോയിരുന്നെങ്കിൽ, ഭരണം കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഭരണം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? കുറെ പേരെ പിടിച്ച് ജയിലിലിടും. ഇതല്ലേ ഉള്ളൂ. ഇത് ജയിൽ ആദ്യത്തെ കാര്യമല്ലെന്നേ. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി ജയിലിൽ പോയിട്ടില്ല, പക്ഷേ അമിത്ഷാ ജയിലിൽ പോയിട്ടുണ്ട്, നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞ് 2 വർഷം ഗുജറാത്തിൽ കാല് കുത്തിയില്ല, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോയി. രാഹുൽ ഗാന്ധിയെ പോലെ തെരുവ് ബഹളം നടത്തിയില്ല. അമിത്ഷായ്ക്ക് ഇന്ന് ആളില്ലാഞ്ഞിട്ടാണോ? അമിത്ഷായെ അറസ്റ്റ് ചെയ്ത കാര്യം പോലും ആർക്കും ഓർമ്മയില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, ജാമ്യം കൊടുത്തപ്പോൾ വ്യവസ്ഥ ഗുജറാത്തിൽ കാലുകുത്തരുതെന്നായിരുന്നു.
ആ മനുഷ്യൻ 10 BJPക്കാരെ കൂട്ടി ബഹളം വെച്ചോ? ഇല്ല. ലോക്സഭയിൽ കച്ചറ ഉണ്ടാക്കിയോ? ഇല്ല. നിങ്ങൾ നിയമത്തിന് കീഴടങ്ങാൻ പഠിക്കണം ആദ്യം. നിയമത്തിൻ്റെ വഴിക്ക് പോവും, അറസ്റ്റ് ചെയ്യപ്പെടും, ജാമ്യത്തിലെടുക്കും, ജാമ്യത്തിന് വ്യവസ്ഥയുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ ബഹളം വയ്ക്കുന്നത്? അയാളെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അപ്പം ബഹളം. അയാളുടെ ആൾക്കാരെ ED പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ബഹളം. നിങ്ങൾ നിയമത്തിനും കീഴടങ്ങാതെ നിങ്ങൾ നിയമത്തിന് അതീതമായിട്ട് എതിർ ചോദ്യം ചോദിക്കട്ടെ. എതിർ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഇപ്പോൾ രാഹുലിന് അങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു കരുത്ത് കൊടുത്തത് നിങ്ങൾ ഹിന്ദുക്കളല്ലേ? അല്ല, രാഹുൽ ഗാന്ധി ഇതിനു മുമ്പും ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് അയാളുടെ പ്രസംഗങ്ങൾ എടുത്ത് നോക്കുന്നു. ആ പ്രസംഗങ്ങളുടെ കോമ്പൻസേഷനായിട്ട് രാജസ്ഥാനിൽ ഞാൻ ഹിന്ദുവാണെന്നും അയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇല്ലേ? അയാൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും വടക്കേ ഇന്ത്യയിൽ ചെന്ന് കഴിയുമ്പോൾ പൂണൂലെടുത്തിട്ട് ഷർട്ടിന് പുറത്തുകൂടെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്ത വീരനാണിത്. അയാളങ്ങനെ തരം പോലെ വർത്തമാനം പറയും. ഒരു ലോക്കൽ ലെവലിലുള്ളൊരു കോൺഗ്രസ്സുകാരനാണ് ഈ രാഹുൽ ഗാന്ധി. അയാൾ പിന്നെ ആ കുടുംബത്തിലായതുകൊണ്ട് അയാൾ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് നടക്കുന്നു. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുലിൻ്റെ പ്രസംഗം ഈ ഹിന്ദു വിരുദ്ധരെന്ന് പറയുന്ന ആളുകളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിന് പുറത്തൊന്നുമില്ല. കേരളത്തിലെ 4 പേപ്പറുകളും ചാനലുകളും കൂടിയാണ് ഈ സുനിലിനെ പോലുള്ളവർക്ക് മനസ്സിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. ഇഗ്നോർ ദം, ഡോണ്ട് വറി, ദേ ആർ നോട്ട് ഇന്ത്യ. ഇവർ പറഞ്ഞില്ലേ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന്. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നു, നിങ്ങളും മലയാളികളുമല്ല. നിങ്ങൾ ദല്ലാൾ പണി ചെയ്ത് തരക് പണി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? തരക് പണി ചെയ്ത് തരകന്മാരാണല്ലേ? തരകന്മാരാണ്. കമ്മീഷൻ ബേസിസിൽ ഇടപാടുകൾ ചെയ്തു കൊടുക്കുന്നവരാണ്. എൻ്റെ ഒരു സംശയം, രാഹുൽ ഗാന്ധി ഹിന്ദുവാണോ? അല്ല. പിന്നെ ആരാ? ക്രിസ്ത്യാനിയാണ്. നമ്പർ 10 ജനപഥത്തിനുള്ളിൽ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, റോമൻ കത്തോലിക്ക പള്ളിയുണ്ട്. അവിടെയാണ് സോണിയാഗാന്ധി. അവിടെ ഒരു പാതിരിയൊക്കെ പോകും. അതിനകത്ത് പോയി കയറി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊന്ന് തുറന്ന് കാണിക്കുമോ? അതിനവർക്കും ധൈര്യമില്ല. ചാപ്പലുണ്ട് അവിടെ, പള്ളിയുണ്ട്. ഇയാൾ ക്രിസ്ത്യാനിയാണ്. ഇയാൾ ഏത് വകുപ്പിലാണ്? ഹിന്ദു. അയാളിപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ ഹിന്ദുവാണെന്ന്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പൂണൂൽധാരി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂണൂൽധാരി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറാനായിട്ട് ഇത് ചെയ്താൽ മതിയോ? അപ്പോൾ ഹിന്ദുവാണല്ലേ? സോമനാഥ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇയാൾ ഒപ്പിട്ട് കൊടുത്തു. എനിക്ക് ഇതിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു. അതുകൊണ്ട് ഹിന്ദു ആകുന്നില്ല. രാഹുലല്ല, കൂടെ വന്ന ആരാണ് ഒപ്പിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരി, കൂടെ വന്നത് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു ഒപ്പം അവിടെ കിട്ടി, ഓക്കെ. അതിൻ്റെ ചൊല്ലി കൂടുതൽ ഡീറ്റെയിൽസ് തർക്കിക്കുന്നില്ല. ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഹിന്ദു ആകുന്നില്ല. അറിയപ്പെടുന്ന ഹിന്ദു അല്ലാത്ത ആൾക്കാരിൽ ഞാൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയത് യേശുദാസാണ്. വേറെ ഇവരാരും ചെയ്തിട്ടില്ല. ഇവർ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഹിന്ദു ആകും, കുറച്ച് കഴിയുമ്പോൾ മുസ്ലിം ആകും, മറ്റേ നെറ്റ് തൊപ്പിയില്ലേ അതൊരെണ്ണം വെച്ചിട്ട് അവരുടെ കൂടെ തുള്ളും. ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെ സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ നമ്പർ. അതിനപ്പുറത്ത് എന്താ? TG, ഞാൻ കേട്ടിട്ടുണ്ട് ഈ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഒരു പുതിയ സർക്കാർ, അത് തുടർച്ചയാവട്ടെ അല്ലാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 90 ഡേയ്സ് അവർക്കൊരു ഹണിമൂൺ പീരീഡ് പോലെ അവരുടെ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷം വിലയിരുത്തും. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷം അവരെ കൺസ്ട്രക്റ്റീവായിട്ട് അവരെ വിമർശിക്കാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ല, ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം കണ്ടതിൽ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ഭംഗിവാക്കാണ്, അന്ധവിശ്വാസമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഫ്രം ഡേ 1 പ്രതിപക്ഷം ബഹളം വയ്ക്കുന്ന കലാപരിപാടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വെറുതെ പറയുകയാണ് കുറച്ച് കാലം അവർ ഭരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെയൊന്നും ഒരു പ്രതിപക്ഷവും ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രതിപക്ഷം, അത് BJP പ്രതിപക്ഷം ആയിരുന്നപ്പോൾ പോലും ഇതേ പരിപാടി ചെയ്തിട്ടുള്ളൂ. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയാണ്. മറ്റ് രാജ്യങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അവരുടെ പാർലമെൻറ്റ് ലൈവ് ഞാൻ കാണാറുമില്ല, റെക്കോർഡിലും കാണാറില്ല. അവരുടെ ഇപ്പോൾ ഇറ്റാലിയൻ പാർലമെൻറ്റ് വൻ അടിപിടിയൊക്കെ, നമുക്കിവിടെ വാചകം മാത്രമേ ഉള്ളൂ, അവിടെ അങ്ങനെയല്ല, കയ്യാങ്കളിയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബിൽ കട്ട് ചെയ്ത ആൾക്കാർ ഇടും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട്. നിങ്ങൾ വളരെ ഭേദമാണ് കേട്ടോ, ഞങ്ങളിവിടെ അടിപിടി നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ അടിപിടിയുടെ വലിയ MP മാരൊക്കെ എല്ലാവരും കോട്ടും ടൈയോ ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു, കുത്തുന്നു, താഴെയിട്ട് ചവിട്ടുന്നു, ഇങ്ങനെയൊക്കെയാണ് അവരുടെ പരിപാടി. ഇതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ മുഴുവൻ സാധനം കണ്ടിട്ടില്ല, ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആര് പ്രതിപക്ഷത്തിരുന്നാലും, അത് BJP ഇരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നാലും ആരിരുന്നാലും കച്ചറ ഉണ്ടാക്കുക എന്നുള്ളതാണ് തുടക്കം മുതൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു സർക്കാരിനും ശ്വാസം വിട്ട് നിയമസഭയോ
ലോക്സഭയോ നടത്തിക്കൊണ്ടുപോകാൻ ആരും അവസരം കൊടുത്തിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ആവുന്നത്. ആദ്യമായി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമായിരുന്നു. അത് ഹിന്ദുക്കൾക്കെതിരാണ്, ഹിന്ദുക്കൾ അക്രമകാരികളാണ്, നുണയന്മാരാണ് എന്നൊക്കെ പറയുകയും അദ്ദേഹം മറ്റേ ശിവൻ്റെയും ഷിർദി ബാബയുടെയൊക്കെ ചിത്രമെടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം കൊടുക്കാൻ പോകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹം ലോക്സഭയിലല്ല പ്രസംഗിച്ചത്, ജനങ്ങളുടെ മുമ്പിലാണ് പ്രസംഗിച്ചത്. ഇപ്പോൾ ഈ പ്രസംഗം ആദ്യത്തെ പ്രസംഗമാണല്ലോ, ഇതിന് തുടർച്ചയായിട്ടുള്ള പ്രസംഗം അത് റിപ്പോർട്ട് ചെയ്യുമോ ആരെങ്കിലും? ഇതിന് ബാക്കി ആൾക്കാർ മറുപടി പറയും, റിപ്പോർട്ട് ചെയ്യില്ല. പ്രധാനമന്ത്രി പ്രസംഗിക്കും അവസാനം. നന്ദിപ്രമേയ ചർച്ചയിൽ ഏറ്റവും അവസാനം പ്രസംഗിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ആ പ്രസംഗം ഇവരാരെങ്കിലും കാണിക്കുമോ? ഇല്ല. മനോരമ ഹെഡ്ലൈൻ കൊടുക്കുമോ? ഇല്ല. മാതൃഭൂമി ഹെഡ്ലൈൻ കൊടുക്കുമോ? ഇല്ല. ഒരു മനുഷ്യൻ കൊടുക്കുകയില്ല. മാത്രമല്ല, മറുപടി പറയുമ്പോൾ ഇവരുടെ ദൈവം തമ്പുരാനായ രാഹുൽ ഗാന്ധി ലോക്സഭയിലുണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇറങ്ങിപ്പോവും. അയാൾ രാവിലെ വരും, അന്നത്തെ എന്തെങ്കിലും ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടെന്ന് ഒരു ബഹളം വയ്ക്കും, ഇറങ്ങിപ്പോവും എല്ലാവരും കൂടെ. രാഹുൽ ഗാന്ധിയും കാണില്ല. അയാളുടെ ഇപ്പോഴത്തെ ഇവരുടെ വേറൊരു ഹീറോയിൻ ഉണ്ടല്ലോ, ഝാൻസി റാണി മഹുവ മൈത്ര, ആ കക്ഷി ആ പ്രദേശത്ത് കാണില്ല. മറുപടി പറയുമ്പോൾ. കാരണം ആ മറുപടി അത്രയ്ക്ക് ചങ്കത്ത് കൊള്ളുന്നതായിരിക്കും. ഇതെത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പിച്ചിക്കീറും. മോദി, ഇറ്റ്സ് എ ലെഫ്റ്റ് ഹാൻഡ് ജോബ് ഫോർ മോദി ടു റിപ്ലൈ ടു രാജീവ് ഗാന്ധി. ബട്ട് യു വിൽ നോട്ട് ഷോ ഇറ്റ്. ഞാൻ ഇവിടെ ഈ കസേരയിലിരുന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ലൈവ് കാണിക്കാനുള്ള തൻ്റെ ഇടമോ ചങ്കൂറ്റമോ ഒറ്റ ഒരു മലയാളം മാധ്യമത്തിലുണ്ടോ? എക്സെപ്റ്റ് ജനം TV. ദേ വിൽ നോട്ട് ഷോ. എന്നിട്ട് അകത്തെ പേജിലേക്ക് 36-ാം പേജിൽ 47-ാം കോളത്തിലേക്ക് പ്രധാനമന്ത്രി മാറ്റി. കാരണം പുള്ളി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് സംഭവിക്കുമല്ലോ, അപ്പോൾ കുറച്ച് പേര് ചിരിക്കും. അതിൻ്റെ ഒരു ഫോട്ടോയും സംഗതിയൊക്കെ ആയിട്ട് 46-ാം പേജിൽ കൊടുക്കും. ദിസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഹൗ ലോങ് എത്ര കാലമായി ഈ തട്ടിപ്പ്? ആളുകൾക്ക് ഇത്ര ബോധമില്ലെന്ന് വിചാരിച്ചോ? നിങ്ങളൊരു രാഹുൽ ഗാന്ധിയെ പൊക്കിക്കൊണ്ട് നടന്നിട്ട്, ശരി, ആ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് കുറച്ച് പേര് വയനാട് വോട്ട് ചെയ്തു. ഇപ്പോൾ അവർ കിഴങ്ങന്മാരായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയും, നിങ്ങൾ എന്നെ ജയിപ്പിച്ചു, ശരി, ഇനി എൻ്റെ അനിയത്തിയെ ജയിപ്പിക്ക്. ഇത് കഴിയുമ്പോൾ അയാളുടെ പട്ടിയുണ്ട് പിടി, അതിനെ കൊണ്ടുവന്ന് വയനാട്ടിൽ നിർത്തും. അതിന് സിന്ദാബാദ് വിളിക്കും മാതൃഭൂമി പത്രം. KP കേശവമേനോൻ്റെയും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാരുടെയും പത്രം ആധപ്പതിച്ച് കുളം കോരിയിട്ട് ഇന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദി രാഹുൽ. അതെ, നന്ദി രാഹുൽ. ആർക്ക് നന്ദി? ഇവർക്ക് നന്ദി. ഇവർക്ക് വലിയ നന്ദി. കാരണം ദേവർ അണ്ടർ എംബറാസ്മെൻറ്റ്. അവരെ എന്തോ രക്ഷിച്ചു ഈ മനുഷ്യൻ. അല്ലെങ്കിൽ ആർക്കാണ് ഇവർ നന്ദി പറയുന്നത്? അല്ല, ഹിന്ദുക്കളെ. ഇനി അത് പോട്ടെ, ഈ ഹിന്ദുക്കളെ ചീത്ത പറഞ്ഞു, ശരി, അതിന് നന്ദി. ബാക്കി എത്ര പ്രശ്നങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു? അതൊന്നും കേട്ടില്ലല്ലോ. അതൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. 1.25 മണിക്കൂർ പ്രസംഗമായിരുന്നു, മുഴുവനിരുന്ന് കേൾക്കാൻ പറ്റിയില്ല. തൊഴിലില്ലായ്മ, ബേറോജ്ഗാരി കേൾക്കുന്നില്ല. ഉണ്ടോ? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇല്ല. അദാനി എവിടെ പോയി? ഇവിടെ നമ്പർ 1 ചരക്കാണല്ലോ അദാനി. എവിടെ? ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു സ്ഥലത്തെങ്കിലും അദാനി ഉണ്ടാകണമല്ലോ, ഇല്ല. എവിടെ പോയി അദാനി? എവിടെ പോയി അദാനി എന്ന് സമാധാനം പറയേണ്ടത് മാതൃഭൂമിയും മനോരമയും മീഡിയ വണ്ണും ഏഷ്യാനെറ്റും ഒക്കെയാണ്, ഇല്ലേ? നിങ്ങൾ കൊണ്ടുവരുന്നതാണ് അദാനി അംബാനി. ഇപ്പം എവിടെ പോയി അദാനി? അദാനി കാശ് തന്നോ? ചിക്കിലി കിട്ടിയോ അദാനിന്ന്? നാണം കെട്ട. അല്ല, അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. സത്യസന്ധ അയാളെ തോൽപ്പിച്ചു. അയാളെ തോൽപ്പിച്ചത് ഗുജറാത്തിൽ നിന്നൊരു മുസ്ലിം, യൂസഫ് പട്ടാൻ. അയാൾ ആ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല. അധീർ രഞ്ജൻ ചൗധരി ലോക്സഭയിൽ തോൽക്കുന്ന എത്ര കളികൾ അധീർ രഞ്ജൻ ചൗധരി കളിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് നാണം കെടാനും തല്ലുകൊള്ളാനും ഒക്കെ നിന്നു ആ മനുഷ്യൻ. എന്നിട്ട് ഗുജറാത്തിൽ നിന്ന് ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നിട്ട് അയാളെ തോൽപ്പിച്ചു. ഇപ്പോൾ അയാൾ PCC അധ്യക്ഷൻ പോലും അല്ല, ഒന്നുമല്ല, എല്ലാം രാജിവെച്ചു, വഴിയാധാരമായി. ഇപ്പോൾ ഇവരുടെ ഹീറോ മഹുവ മൈത്രയാണ്. മഹുവ മൈത്ര തൃണമൂൽ കോൺഗ്രസ് ആണെന്നുള്ളത് പോലും അവർ മറന്നുപോയി. അയോധ്യയിൽ ജയിച്ച വീരനെ കൊണ്ടുവന്നിട്ട് അടുത്തിരിപ്പുണ്ടായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ, പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്ന, അല്ലെങ്കിൽ അയാൾ അവിടെ ഇരിക്കേണ്ടതല്ലോ, പ്രദർശിപ്പിക്കാൻ അയോധ്യയിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം മറ്റേ കക്ഷി കിട്ടിയ വോട്ടില്ലേ?
എനിക്ക് മനസ്സിലാവണില്ല. ഈ ഒരു പ്രശ്നവും കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നമായിരുന്നു അദാനി. ഈ സൈലൻ്റ് ആണ് അദാനി. പക്ഷേ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും കടന്നാക്കുകയും ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളെ. ആ നിലപാട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴല്ലല്ലോ, അതാ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈ മിനിഞ്ഞാന്ന് അയാൾ നടത്തിയ പ്രസംഗം മറന്നു പോകുന്നത് എന്താ? പക്ഷെ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് ഇല്ലേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്. അതുകൊണ്ട് എന്താ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഞാൻ ഒരു എന്തെങ്കിലും പൊസിഷൻ കിട്ടിക്കഴിഞ്ഞ് പറയുമ്പോൾ അത് വ്യത്യാസമാകുമോ? ഒന്നുമില്ല, ഞാൻ പറയുന്നതിന് ഒരേ അർത്ഥമാണ് അപ്പോഴും ഇപ്പോഴും. രാഹുൽ ഗാന്ധി എന്നും ഹിന്ദു വിരുദ്ധനാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ തമ്പുരാക്കന്മാർ ഹിന്ദു വിരുദ്ധന്മാരാണ്, അയാളുടെ അമ്മ ഹിന്ദു വിരുദ്ധയാണ്, അയാൾക്കിപ്പോൾ അയാളുടെ നരേറ്റീവ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ ശക്തികളൊക്കെ ഹിന്ദു വിരുദ്ധന്മാരാണ്. ഹിന്ദു വിരുദ്ധൻ പ്ലസ് ആൻറ്റി നാഷണലിസ്റ്റ്. ഈ നേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതെയാക്കുക എന്നുള്ള ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രോജക്റ്റുണ്ട്. അത് ഇന്ത്യയെ മാത്രമല്ല ഒരു സ്ഥലത്തും നേഷൻ എന്നുള്ള കൺസെപ്റ്റ് വരരുത്. അതാണ് അവർ ട്രംപിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ട്രംപ് നാഷണലിസ്റ്റാണ്. അല്ല, മൈഗ്രേഷനൊന്നുമല്ല പ്രശ്നം. ട്രംപ് മൈഗ്രേഷന് സമ്മതിക്കുന്ന ആളാണ്. ഇല്ലീഗൽ മൈഗ്രേഷൻ പാടില്ല എന്ന് മാത്രമേ ട്രംപ് പറയുന്നുള്ളൂ. അതൊന്നുമല്ല അവരുടെ വിഷയം. ട്രംപ് നാഷണലിസ്റ്റാണ്. നാഷണലിസം ഇല്ലാതെയാക്കണം ത്രൂ ഔട്ട് ദ വേൾഡ്, സോ ദാറ്റ് ദ വേൾഡ് വിൽ ബി അണ്ടർ യു. അതിൻ്റെ കയ്യിലെ കരുവാണ് ഈ രാഹുൽ ഗാന്ധി. അയാൾക്ക് കൊടപിടിക്കും. ഇപ്പം ഞാൻ മാതൃഭൂമിയുടെ ഇതൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റാൻഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ, മാതൃഭൂമി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അത് ഏകദേശം പൊതുമേഖലാ സ്ഥാപനമാണ്. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായിട്ട് അതിൽ ഒരാൾ വാർത്തയും കയറ്റി വിട്ട് കഴിഞ്ഞാൽ പോയി. ചാനലിലും അതുപോലെ തന്നെ. ഗവർണർ ഇവിടെ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ ആ വാർത്ത കൊടുത്ത ആശാനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി. ഗവർണറെ ഗവർണർ മധുരം നുണഞ്ഞു എന്നൊക്കെ പറഞ്ഞു, മനം കവർന്നു. ഇങ്ങനെ കുറച്ച് ഇതൊക്കെ വരുമല്ലോ, ഹൈലൈറ്റ്സ് വരും. സ്ക്രോൾ ചെയ്തതും പിന്നെ ഇതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തതും. അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ്റെ ജോലി കളയിച്ചു. ആ സമയത്ത് ഡെസ്കിലുണ്ടായിരുന്ന ആൾ അങ്ങനെയുള്ള ജോലി കളയിച്ചു. ഈ രാഹുലിൻ്റെ ഇന്നലത്തെ പ്രസംഗം ഹിന്ദുക്കൾ കാണുകയും കേൾക്കുകയും ചെയ്യുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഈ പ്രസംഗങ്ങൾക്ക് വലിയ ആയുസില്ല. 2 ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞില്ല. പിന്നെ എന്ത് പ്രശ്നം? അത് കൊള്ളാത്ത ഒരാളും ഹിന്ദുക്കളിൽ ഉണ്ടാവില്ലല്ലോ. ആര് ശ്രദ്ധിക്കുന്നു ഇത്? നമ്മളുടെ ധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഈ ടി വിയിൽ നോക്കിയിട്ട് ഈ പ്രസംഗം കേട്ട് രോമാഞ്ചം അടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും അല്ല. ആരും ഇത് മൈൻഡ് ചെയ്യാറില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ വാട്ട് ദീസ് പൊളിറ്റീഷ്യൻസ് ആർ സെയിങ്. എത്ര പ്രസംഗങ്ങൾ ലോക്സഭയിൽ നടന്നിരിക്കുന്നു. വാജ്പേയിയുടെ കാലത്ത്, വാജ്പേയിയുടെ അത്രയും വലിയ പ്രാസംഗികനും വേറെ ആരുമില്ല. എത്ര പ്രസംഗം നടത്തി അദ്ദേഹം. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് 75 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്, ഹിന്ദു ആണെന്ന് പറയുന്ന ആളാണ്, സദാസമയം വിദ്വേഷത്തിലും അക്രമത്തിലും വ്യാപിക്കുന്ന ആളാണ് എന്ന് എൻ്റെ അമ്മയെ കൂടിയല്ലേ രാഹുൽ വിളിച്ചത്? അല്ല, അത് അങ്ങനെയൊക്കെയാണ് വിളിച്ചത്. പക്ഷേ അതിൽ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊന്നും വലിയ നിലനിൽപ്പില്ല, മനസ്സിലായോ? അടിസ്ഥാനപരമായി നിങ്ങളുടെ പ്രവൃത്തികൾക്കേ നിലനിൽപ്പുള്ളൂ. അല്ലാതെ നിങ്ങൾ മൈക്ക് വെച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആരും ചീത്തയാവുന്നില്ല. ഇപ്പോൾ ഈ മീഡിയ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു. രാഹുൽ കത്തിക്കയറി ഉടനെ ഒരു രോമാഞ്ചം. ഈ രോമാഞ്ചം കോൺഗ്രസ്സുകാരന് മാത്രമല്ല ഉണ്ടാകുന്നത്, കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇരട്ടി ഉണ്ടാകുന്നത്. പക്ഷെ ഞാനിന്ന് പ്രതീക്ഷിച്ചൊരു വാക്ക് കണ്ടില്ല, ആഞ്ഞടിച്ചു. അല്ല, ഒരുപാട് തവണ ആഞ്ഞടിച്ചു. ഇപ്പോൾ ആഞ്ഞടിക്കാൻ പറ്റുന്നില്ല. ഏതായാലും അങ്ങനെ ശരീരഭാഷ തന്നെ കണ്ടില്ലേ? ഒരു തെരുവ് ഗുണ്ടയുടെ ടീഷർട്ട്. ഒന്നാമത് ടീഷർട്ട് മോശമൊന്നുമല്ല, ബട്ട് മാന്യനായ ഒരാൾ ഇത്രയും പ്രായമൊക്കെ ആയിട്ട് ഈ ടീഷർട്ട്, ഈ മസിൽ കാണിച്ചുള്ള ഇറുകി പിടിച്ചുള്ള ടീഷർട്ട് അതിട്ടുകൊണ്ട് വരികയും നെഞ്ചിങ്ങനെ ടീഷർട്ടിൽ കൂടെ ഇടയ്ക്ക് കാണാം, 6 പാക്സ് മസിൽ, ഇങ്ങനെ ഒരു തെരുവ് ഗുണ്ട നിൽക്കുന്ന പോലെ വെല്ലുവിളിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവം, അതെന്തോ ഒരു മഹാകാര്യമാണെന്ന് ഇവർ വിചാരിക്കുക. അതൊന്നും ശരിയല്ല. അതൊന്നും ജനങ്ങളിൽ ഒരു മതിപ്പും ഉണ്ടാക്കും. ഈ തെരുവുകൊണ്ടേ ജനം തിരിച്ചറിഞ്ഞ് പിടിച്ചു കിട്ടുമോ? അതിന് ഇനിയിപ്പോൾ വീണ്ടും 5 വർഷം കഴിയണ്ടേ? ജനം പിടിച്ചു കിട്ടണമെങ്കിൽ 5 വർഷം കഴിയണം. അപ്പോൾ പിന്നെ അന്നേരം വരുന്നത് വരും.
ഏതായാലും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ശബ്ദമല്ല ഇന്നലെ കേട്ടത്. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഓ, ഇതിലും അധികം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇതല്ലാതെ വേറെ എന്താ അങ്ങേരിൽ നിന്ന് പ്രതീക്ഷിക്കുക? യു മീൻ ടു സേ ദാറ്റ് യു എക്സ്പെക്റ്റഡ് എ സിവിലൈസ്ഡ് ബിഹേവിയർ ഫ്രം ഹിം? എക്സാക്ട്ലി. കാരണം അദ്ദേഹം ഒരു ഒഫീഷ്യൽ പദവിയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ദാറ്റ് ഡസൻറ്റ് ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് എ മാൻ. അങ്ങനെയൊന്നും ഒരു ക്യാരക്ടർ ചേഞ്ച് ആവില്ല. ഹി വിൽ ഷോ ഹിസ് ട്രൂ കളേഴ്സ് വെനെവർ ആൻ ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൺ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാത്രം കളർ ചേഞ്ച് നടത്തുക അത് വളരെ ബുദ്ധിമുട്ടി കോൺഗ്രസ്സുകാർ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ ഞെട്ടലൊന്നും തോന്നിയില്ല. എനിക്ക് പുച്ഛം തോന്നിയത് മലയാള മാധ്യമങ്ങൾ ഇത് ഹൈലൈറ്റ് ചെയ്തപ്പോഴാണ്. അതെ അതെ അതെ, മാതൃഭൂമി വായിച്ച് ഞാനും ഞെട്ടിപ്പോയി. ആദ്യം ഞാൻ ഞെട്ടിയൊന്നുമില്ല, ഞാൻ ഞെട്ടിയൊന്നുമില്ല, എനിക്ക് പുച്ഛം തോന്നി. കാരണം ഇത്രയധികം മാതൃഭൂമി അധപ്പതിക്കാൻ പാടില്ല. നോട്ട് എക്സ്പെക്റ്റഡ്. ഈവൻ മനോരമ നോക്കൂ, വേണമെങ്കിൽ ഷോ എന്നും വായിക്കാതെ അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതെ, ഷോ എന്നും ഷോക്കെന്നും ഷോ എന്നും ഷോക്കെന്നും. ഷോക്ക് ആർക്ക് എന്നവർ പറയുന്നുമില്ല. അതാണ് മനോരമയുടെ സാമർത്ഥ്യം. ഈ മനോരമ നമ്മുടെ 67-ലാണെന്ന് തോന്നുന്നു അറബ് ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ ഉണ്ടല്ലോ, അന്ന് മലപ്പുറം എഡിഷനില്ല, കോഴിക്കോട് എഡിഷൻ, കോട്ടയം എഡിഷനുണ്ട്. അപ്പോൾ കോട്ടയത്ത് കൂടുതൽ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇസ്രായേൽ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞ് തലക്കെട്ട്. കോഴിക്കോട്ട് അന്ന് തലക്കെട്ട് അറബികളുടെ അത്യുഗ്രൻ തിരിച്ചടി. രണ്ടും സത്യമാണ്. ഇസ്രായേൽ ആഞ്ഞടിക്കുന്നുണ്ട്, അറബികൾ തിരിച്ചടിക്കുന്നുണ്ട്. മനോരമ നുണ പറഞ്ഞോ? ഇല്ല. പക്ഷേ കോഴിക്കോട് ഹെഡ്ലൈൻ അറബികളുടെ തിരിച്ചടി, കോട്ടയത്ത് ഹെഡ്ലൈൻ ഇസ്രായേലിൻ്റെ ആഞ്ഞടി. അതായിരുന്നു ആദ്യത്തെ ഹരികൃഷ്ണൻസ്. അപ്പോൾ അല്ല, ഹരികൃഷ്ണൻ അല്ല അത്. ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് എൻഡിങ് ആണല്ലോ. ഇതങ്ങനെയല്ല, എൻഡിങ് ഈസ് സെയിം, ഫാക്ട് ഈസ് സെയിം. രണ്ടിടത്ത് അല്ല, ഞാൻ തെക്ക് വടക്ക് ആ സിനിമ രണ്ട് തരത്തിലാണല്ലോ ഇറങ്ങിയത്. അതെ, രണ്ട് തരത്തിലാണ് ഇറങ്ങിയത്. ഇത് രണ്ട് തരത്തിലാണെങ്കിലും രണ്ട് ക്ലൈമാക്സ് ആയിരുന്നു സിനിമയ്ക്ക്. അതെ, ഇതിൽ അങ്ങനെയല്ല. കോട്ടയത്തെ തലക്കെട്ടും ഫാക്റ്റാണ്, കോഴിക്കോട്ടെ തലക്കെട്ടും ഫാക്റ്റാണ്. പക്ഷേ കോഴിക്കോട്ടുകാർക്കും വിഷമമില്ല, കോട്ടയക്കാർക്കും വിഷമമില്ല. ഇതുപോലെയാണ് രാഹുൽ ഷോ അല്ലെങ്കിൽ രാഹുൽ ഷോക്ക്. ആർക്കും കേടില്ല. മനോരമയുടെ സാമർത്ഥ്യം. മാതൃഭൂമി ഇതേതോ മോദി വിരുദ്ധനാണ് ഈ ടൈറ്റിൽ എഴുതിയത്. അത് അവിടെ അങ്ങനെയാണ്, ഒരാൾ ടൈറ്റിൽ എഴുതിയെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ പത്രം അങ്ങ് പോകും. അല്ല, നമുക്ക് ഇതിപ്പോൾ നമ്മൾ ശ്രേയാംസ് കുമാറിനോട് ആരെങ്കിലും ചോദിച്ചു, അല്ലെങ്കിൽ പി വി ചന്ദ്രനോട് ചോദിച്ചു എന്ന് വെച്ചോ, അവർ പറയും ഞങ്ങൾ അറിഞ്ഞില്ല, തലക്കെട്ട് കൊടുക്കുന്നു പോകുന്നു. ഇതാണ് ആൻഡ് റിയലി സോ കേട്ടോ. അവരതിൽ ഇടപെടാനോ അത് ഇന്നെന്താ തലക്കെട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇതൊന്നും പറയാൻ അവർ ഇടപെടാറൊന്നുമില്ല. മറ്റാരെങ്കിലും ഔട്ട്റേജായിട്ട് വിളിച്ച് പറഞ്ഞ് കഴിയുമ്പോൾ അന്നേരം ചോദിച്ചിട്ട് അയ്യോ അത് മോശമായിപ്പോയില്ല, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്ന് പറയും. ഇതാണ് ഞാൻ മാതൃഭൂമി ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് പറയാൻ കാര്യം. ഇൻ ദ റിയൽ സെൻസ് ഒരു ഗവൺമെൻറ് സ്ഥാപനം പോലെയാണ് മാതൃഭൂമിയുടെ പ്രവർത്തനം. സോ യു കനോട്ട് ബ്ലെയിം ദ ടോപ്പ് ലീഡർഷിപ്പ് ഓർ എഡിറ്റോറിയൽ എനിത്തിങ്. സമ്മൺ ഹു ഈസ് സിറ്റിംഗ് ഓർ ഡിസൈഡിങ് ദ ഫ്രണ്ട് പേജ് അങ്ങനെ വിചാരിച്ചാൽ മതി ഇങ്ങനൊരു ടൈറ്റിലും കയറിപ്പോവും. ഏതായാലും രാഹുലിൻ്റെ ഷോ തുടരും, തീർച്ചയായിട്ടും തുടരും. സമയം കിട്ടുമ്പോഴെല്ലാം തുടരും. ഇനിയിപ്പോൾ ഇറങ്ങിപ്പോക്കിൻ്റെ ദിവസങ്ങളാണ്. ഇവരുടെ ഇന്നിപ്പോൾ അഖിലേഷ് യാദവിൻ്റെ കഴിഞ്ഞല്ലോ, ഇന്നത്തെ കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഷോ കഴിയുമെന്ന് തോന്നുന്നു. നാളെ മുതൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്കുന്നത് വാക്കൗട്ടാണ്. ടേക്ക് ഇറ്റ് ഫ്രം മീ, ദേ വിൽ നോട്ട് ബി ദെയർ വെൻ മോദി റിപ്ലൈസ് ടു ദം. ഇനി റിപ്ലൈയുടെ തുടക്കത്തിൽ വേണമെങ്കിലും നീ ഇരുന്നിട്ട് ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകും. അങ്ങനെ ഹിസ്ട്രിയോണിക്സ് ഏതായാലും ടി ജി പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. ഇത്തവണ നമുക്കൊന്ന് പരീക്ഷിക്കാം. പരീക്ഷിച്ചു. എല്ലാവർക്കും ഞാൻ എൻ്റെ അനുഭവം വെച്ചാൽ പറയുന്നു. ഇനിയിപ്പോൾ അവരിറങ്ങിപ്പോയില്ല, അവർ ഫെവിക്കോൾ ഒട്ടിച്ച് അവിടെ തന്നെ ഇരിക്കാനാണ് ഭാവം. ടി ജി മറുപടി പറയണമെന്നും പറയാൻ പറ്റില്ല. ഹൗ ക്യാൻ ഐ വൗച്ച് ഫോർ ദെയർ ബിഹേവിയർ? ഞാനൊരു ട്രെൻഡ് അവരുടെ പൊതുവെ കണ്ടിട്ടുള്ളത് ഞാൻ പറയുന്നു. ആ ട്രെൻഡിന് വിരുദ്ധമായിട്ട് അവരുടെ തമ്പുരാക്കന്മാർ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറയുകയാണ് ഇന്ന് പോകണ്ട, ഇന്ന് അവിടെ തന്നെ ഇരുന്നോ, നീ മോദി പ്രസംഗിക്കുമ്പോൾ കൊഞ്ഞനം കുത്തിയാൽ മതി. പിന്നെയും മാതൃഭൂമിക്ക് രോമാഞ്ചം വരും. അതെ അതെ, കൊഞ്ഞനം കുത്തി രാഹുൽ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോട്ടോ ഇങ്ങനെ കണക്കെടുത്തിയാണ് കണ്ണൂർക്ക് കാണിക്കുന്ന പടം ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്യുന്നു കോളേജ് പയ്യൻ്റെ പരിപാടി. നമുക്ക് നോക്കാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.